കോഴിക്കോട് കോടതിയിൽ മോഷണം. കോഴിക്കോട് കോടതിയിൽ കള്ളൻ കയറി അവിടുത്തെ ഒരു പേപ്പർ മോഷ്ടിച്ചു. ഇത് പറയണത് ഞാനല്ല, ഞങ്ങളുടെ ഒരു വക്കീലാണിത് പറയണത്. ഞങ്ങളുടെ വക്കീൽ എന്ന് പറയുമ്പോൾ 2021 ജനുവരി 14 എൻ്റെ മൂത്ത 2 പെങ്ങന്മാർ ഒരു കേസ് കൊടുത്തു. കേസ് കൊടുക്കാൻ കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ അപ്പനുമായിട്ട് സംസാരിക്കാനായിട്ട് എനിക്കോ എൻ്റെ മൂത്ത പെങ്ങന്മാർക്കോ സാധിച്ചില്ല. കാരണം എൻ്റെ അർദ്ധ സഹോദരന്മാരായ ട്രീസയും ആന്റണിയും അതിന് ബ്ലോക്ക് ഇട്ടു. അമ്മ അവർക്ക് സപ്പോർട്ട് ചെയ്തു. അമ്മ എന്തുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അത് മാവൂർ ഇടവകയിൽ നടന്ന ഒരു ബലാത്സംഗത്തിന്റെ ഒരു റിസൾട്ടാണത്. അത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ആണത്. അപ്പോൾ അപ്പനെ കാണിക്കാനായിട്ട് അമ്മയുടെ സഹായത്തോടു കൂടി ഈ 2 അർദ്ധ സഹോദരങ്ങൾ ബ്ലോക്ക് ചെയ്തപ്പം നമ്മളൊരു കേസ് കൊടുത്തു. എന്താണ്? അപ്പനെ പെട്ടെന്ന് കണ്ട് നമുക്ക് സംസാരിക്കണം. എന്താണ് സംസാരിക്കാനുള്ളത്? അതായത് ഞങ്ങളുടെ തറവാട് മാവൂര്, കോഴിക്കോട് മാവൂർ ഉള്ള ഞങ്ങളുടെ തറവാട് അത് പുറത്ത് വിറ്റ് പോരുത്. പുറത്ത് വിൽക്കാനായിട്ട് എൻ്റെ അർദ്ധ സഹോദരൻ തലയും പാലില്ലാതെ നടക്കണം, കള്ളുപിടിച്ച് നടക്കണവൻ, അവനത് പരിപാടി ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞപ്പോഴാണ് തുടങ്ങിയത്. അത് പുറത്ത് വിൽക്കാൻ പാടില്ല. താമരശ്ശേരിയിൽ എൻ്റെ മൂത്ത പെങ്ങൾക്കും അളിയനും അത് വാങ്ങാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ അവരുടെ വീടുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട്, എന്തായാലും വെറുതെ വീട് പൂട്ടി കിടക്കുന്ന വീടാണ് ഈ മാവൂര്, എക്സ്ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ആ താമരശ്ശേരി അതിൻ്റെ വീടിന് ഒരു 10-35 ലക്ഷം കിട്ടുള്ളൂ. ഈ മാവൂരുള്ളതിന് 50 ലക്ഷം കിട്ടും. അപ്പോൾ ഒരു 15 ലക്ഷത്തിന് ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ അത് കൊറോണയുടെ സ്റ്റാർട്ടിങ്ങിൽ അവർ എല്ലാവരും ഐസൊലേറ്റഡ് ആയി. അപ്പോൾ ഞാനൊരു 8 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അത് ട്രീസയ്ക്കും അമ്മയ്ക്കും ട്രീസയുടെ മകളുടെ പേരിലുമാണ് അയച്ചു കൊടുത്തത്. കാരണം അപ്പന് പുറത്ത് പോയി പൈസ എടുക്കാനൊന്നും പറ്റില്ല, അപ്പൻ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അത് കൊടുത്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലം മൂത്ത പെങ്ങക്ക് അളിയനും കൊടുക്കണം, അവരുടെ സ്ഥലം നിങ്ങൾ പകരമായിട്ട് അച്ചാച്ചന് കൊടുക്കും. പിന്നെ ഡിഫറൻസ് ആയിട്ട് വരുന്ന ബാക്കി ഒരു 7 ലക്ഷം കണ്ടുള്ളൂ. അത് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാലും ഇത് കുടുംബത്തിൽ കിടക്കും. മൂത്ത മകളുടെ കയ്യിൽ ആ തറവാട് സ്വത്തുണ്ടാവും, പുറത്ത് കൊടുക്കരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് കാര്യമാണ്. അപ്പോൾ ഈ വീട് പൂട്ടിയിട്ടിരിക്കുന്ന കാരണം കൊണ്ട് അധികം പെട്ടെന്ന് കയറി താമസിക്കാൻ പറ്റില്ല. ചെറിയൊരു റിനോവേഷൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് മാറാലേക്ക് അടിച്ച്, ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചിട്ട്. മാത്രമല്ല ഓടിട്ട വീടായതുകൊണ്ട് ഉൾഭാഗത്ത് ഒരു സീലിങ്ങും പിന്നെ പുറത്തോട്ട് ഒരു സിറ്റ് ഔട്ട് പോലെ എടുക്കാനുള്ള ഒരു പ്ലാൻ ഞാൻ വരച്ച് വാട്സപ്പിൽ അതിൻ്റെ പല ചിത്രങ്ങളും ഈ മൂത്ത പെങ്ങട മക്കൾക്കും ഈ പറഞ്ഞ പണം കൊടുപ്പ് ഏൽപ്പിച്ച ട്രീസയ്ക്കും ട്രീസയുടെ മകൾക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കൃത്യസമയത്ത്. ഇതൊന്നും അപ്പനോട് പറയാണ്ട് ഇവർ ഒരു സുപ്രഭാതത്തിൽ അത് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് സ്റ്റേ ഓർഡർ കിട്ടാനും അപ്പനെ കണ്ട് വിവരങ്ങൾ പറയാനുമാണ് ഈ കേസ് കൊടുത്തത്. നമ്മൾ കേസ് കൊടുക്കാനായിട്ട് എൻ്റെ 2ാമത്തെ പെങ്ങൾ സൂസന്ന എന്നെ വിളിച്ചു പറഞ്ഞു. സൂസന്നയുടെ ഒരു കൂട്ടുകാരി, അതായത് മാവൂർ ബൊളിറൈൻസിൽ പഠിച്ച സൂസന്നയുടെ ഒരു കൂട്ടുകാരി സോണിയ എന്നൊരു വക്കീല് ഉണ്ട്. അപ്പോൾ അവർ ജനുവരി 1 മുതൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ 5 പേരുണ്ട്. മാവൂർ പള്ളിയിലെ 2 പേരുണ്ട്, ഒരു ബിന്ദുവോ പിന്നെന്താണ് ജീനയോ, അങ്ങനെ 5 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എനിക്ക് അറിയുന്ന കുട്ടിയാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്. സോണിയനെ ഏൽപ്പിക്കാം. അവൻ സോണിയനെ ഏൽപ്പിച്ചു. എൻ്റെ 2ാമത്തെ പെങ്ങൾ സൂസന്നെ എൻ്റെ കൂട്ടുകാരിയായ സോണിയനെ ഏൽപ്പിച്ചു. അപ്പോൾ സോണിയ പറഞ്ഞു, നമ്മൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിച്ച് എഴുതി തരാൻ പറഞ്ഞു. ഞാനത് എഴുതി കൊടുത്തിട്ട് വേറെ കുറച്ച് ഇൻഫർമേഷൻ കൂടി പറഞ്ഞു. അപ്പോൾ ഈ സോണി എന്ത് ചെയ്തു, ഞാൻ എഴുതി കൊടുത്ത ആ സംഗതി അതേപോലെ അവള് കേസായിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അത് പ്രസന്റ് ചെയ്തപ്പം ഇഞ്ചക്ഷൻ ഓർഡറിന് ആണ് കൊടുത്തത്. 2021 ജനുവരി 14 കൊടുത്ത ആ കേസിന് എന്തുണ്ടായി? ആ കേസിന് പിറ്റേ ദിവസം, നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കണം, പിറ്റേ ദിവസം നമുക്ക് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടി. പിറ്റേ ദിവസം, അതായത് ജനുവരി 15 ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയതാണ്. പക്ഷേ ഈ വക്കീല് പറഞ്ഞു കിട്ടിയിട്ടില്ല, കിട്ടൂല എന്നാ പറഞ്ഞത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഈ വക്കീല് സോണിയ പറയണു ഇതിന് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കിട്ടുന്നില്ല. അപ്പൊ നമ്മള് എന്ത് ചെയ്തു, താമരശ്ശേരിയിലുള്ള ജോയി വക്കീൽ എന്ന് പറഞ്ഞ ആളോട് ചോദിച്ചു. അപ്പൊ വക്കീൽ പറഞ്ഞു, നിങ്ങൾ വേറൊരു വക്കീലിനെ ഏൽപ്പിച്ച സാധനം ഞാൻ എങ്ങനെയാണ് ഇനി ഏറ്റെടുക്കുക, നിങ്ങളൊരു കാര്യം ചെയ്യൂ,
നിങ്ങൾ ആ വക്കീലിന്റെ സീനിയറിനെ പോയി കാണൂ. ആ വക്കീലിനോട് പറഞ്ഞിട്ട് സീനിയറിനെ കണ്ടിട്ട്, സീനിയർ ആകുമ്പോൾ കുറച്ചും കൂടി കോർട്ടിൽ കുറച്ചും കൂടി ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ സീനിയറിനെ കണ്ടിട്ട് നിങ്ങളത് അഡ്വാൻസ് ചെയ്തിട്ട് കൊടുക്കൂ. അപ്പം നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ കിട്ടും. ഇങ്ങനെ സിമ്പിൾ കാര്യമാണത്. അത് മക്കൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ സോണിയ വക്കീലിനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, സോണിയ, ഇതിന് ഇഞ്ചക്ഷൻ കിട്ടില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ സീനിയർ വക്കീൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തരണം, നമുക്ക് ആ രീതിയിൽ പോകാന്ന് പറഞ്ഞു. അപ്പോൾ സോണിയ വക്കീൽ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ ഒരു സീനിയർ വക്കീലിനെ പരിചയപ്പെട്ടു. സീനിയർ വക്കീലിന്റെ പേര് ഞാൻ ചെറുതായിട്ട് മാറ്റി പറയാം, കാരണം പുള്ളിക്ക് പിന്നീട് വക്കാലത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം പറയാം. അവളുടെ പേര് ശംബോധരൻ. ഈ ശംബോധരൻ വക്കീലിനെ നമ്മൾ കണ്ടു. ശംബോധരൻ വക്കീലിനോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശംബോധരൻ വക്കീൽ അതൊക്കെ കേട്ടിട്ട് പുള്ളിക്ക് കാര്യം മനസ്സിലായി. ഇത് ഈ ട്രീസി ആന്റണിയും തട്ടിപ്പാണ്, അവർ പറ്റിച്ചിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ജർമ്മനിയിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എൻ്റെ വീട്ടിലാണ് ഞാൻ എൻ്റെ അപ്പനും അമ്മേനെയും താമസിപ്പിച്ച് അവരെ സംരക്ഷിക്കുന്നത് പോലും ഞാനാണെന്നുള്ള കാര്യം ഈ ശംബോധരന് മനസ്സിലായി. പക്ഷെ ശംബോധരൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ശംബോധരൻ തിരക്കാണ്, അവിടെ പോകണം ഇവിടെ പോകണം, കേസ് 10 ദിവസം കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഈ കൊടുത്ത കേസിന് ഇങ്ങനെ ഇഞ്ചക്ഷൻ കിട്ടൂല, അതിന് കിട്ടിയിട്ടില്ല, അതിന് കിട്ടൂല. ഈ സമയത്തൊക്കെ ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി പിന്നെ പറയാം. കിട്ടൂല. കിട്ടണമെങ്കിൽ നിങ്ങളാണ് മൂത്ത മകൻ, ജർമ്മനിയിലുള്ള ജോസഫ്, നിങ്ങളാണ് മൂത്ത മകൻ, നിങ്ങളെ കക്ഷി ചേർത്തിട്ട് നമുക്ക് അത് നിങ്ങളെയും കൂടി കക്ഷി ചേർത്തിട്ട് ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നിങ്ങളെ കക്ഷി ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കോഴിക്കോടുള്ള വീടിന്റെ ഡോക്യുമെന്റും പരിപാടിയും എല്ലാം തന്നിട്ട് നിങ്ങളുടെ ആ വീടും കൂടി ചേർത്തിട്ട് കൊടുത്താലേ മാവൂര് തറവാട്, എൻ്റെ അപ്പന്റെ തറവാട് വിൽക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇത് ഞാൻ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഇത് മഞ്ഞിനെ മലയാക്കാനുള്ള ഒരു പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഒരു കാര്യം ചെയ്യും, അതിന്റെ ആവശ്യമില്ല, സോണിയ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. സോണിയ തന്നെ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് പെറ്റീഷൻ കൊടുത്തിട്ട് സംഗതി വാങ്ങട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ശംബോധരനെ ഏൽപ്പിക്കാണ്ട് സോണിയോട് പറഞ്ഞു, നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു, എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ ആദ്യം കൊടുത്ത പെറ്റീഷന്റെ കൂടെ, അന്യായത്തിന്റെ കൂടെ എന്താണ് അഫിഡവിറ്റ് ഉണ്ട്, അതിന്റെ കൂടെ മറ്റേ IA പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ IA പെറ്റീഷനാണ് എന്താണ് നമ്മുടെ ഇഞ്ചക്ഷൻ കിട്ടാനുള്ള ഒരു പെറ്റീഷൻ. അപ്പോൾ നമ്മൾ പിന്നീട് ഈ കോർട്ടിലൊക്കെ കയറി നോക്കിയപ്പോൾ ഈ IA പറ്റിയോ അതിന്റെ ഹിയറിങ്ങിനെ പറ്റിയോ യാതൊരു മെൻഷനിങ്ങും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഈ കോർട്ടിൽ. ഈ കേസ് 2021 ജനുവരി 14 ഫയൽ ചെയ്തിട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചേക്കണത് മാർച്ച് 8 മാർച്ച് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഇവര് സ്ഥലമൊക്കെ വിറ്റ് ആട് കടന്നെടുത്ത് പൂട പോലും ഉണ്ടാവില്ല നമുക്കറിയാം. അപ്പോൾ അത് പെട്ടെന്ന് കാര്യം കിട്ടണം. ഇത് കിട്ടിയതാണെന്നേ 15 ജനുവരിയിൽ ജഡ്ജി ഉബൈദുള്ള എന്ന് പറഞ്ഞ ജഡ്ജി ഇതിന് ഇഞ്ചക്ഷൻ ഓർഡർ തന്നതാണ്. പക്ഷെ സോണിയ പറഞ്ഞു ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടൂല. സോണിയ വഴി ഏൽപ്പിച്ച ശംബോധരൻ എന്ന് പറഞ്ഞ സീനിയർ വക്കീലും പറഞ്ഞു, ആ കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കൊടുത്ത കേസിന് ഇത് ഇഞ്ചക്ഷൻ കിട്ടൂല, ഇഞ്ചക്ഷൻ കിട്ടി കിടക്കുന്ന സാധനമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ മറച്ചു വെച്ചു. ഇവരൊക്കെ ഇയാൾ പറഞ്ഞു എന്താണ് ഈ വലിയ ശംബോധരൻ പറഞ്ഞു, ഞാൻ പോയി അന്വേഷിക്കട്ടെ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അന്വേഷിച്ചിട്ടാണ് ഈ പരിപാടി. ഇയാളെടുത്ത് എന്നെയും എൻ്റെ വീടും കൂടി ചേർത്ത് അഡ്വാൻസ് പെറ്റീഷൻ കൊടുക്കാനായിട്ട് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ അതിന് നിന്ന് കൊടുത്തില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ഒരു 2 കള്ളത്തരം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കി. അതിലൊന്നാമത്തെ കാര്യം, മാവൂരുള്ള എൻ്റെ അപ്പൻ്റെ തറവാട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ കുറെ പൈസ ഇറക്കിയെന്ന് കേസിൽ പറയണമെന്ന് ഇയാൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ സാറേ നടക്കുകയല്ലെന്ന് പറഞ്ഞു. കാരണം എൻ്റെ അപ്പൻ 1979 കഷ്ടപ്പെട്ട് ഗോളി റയൻസിൽ ബോയിലർ പൊട്ടിത്തെളിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. ഞാനന്ന് കൊച്ചു കുഞ്ഞാണ്. 91 ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ അവിടെ മാറാലടിച്ച് കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചെന്നല്ലാണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കള്ളത്തരം എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ കേസ് എന്ത് വേണം, പക്ഷേ ഈ പരിപാടി പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കള്ളത്തരം അയാൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയാണ് എൻ്റെ അപ്പൻ ഒരു വിൽപത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ വിൽപത്രത്തിൽ ഈ മാവൂര് വീട് അതിൻ്റെ
ഷെയർ എല്ലാ മക്കൾക്കും ഈക്വലായിട്ട് കൊടുക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ആ വിൽപത്രത്തിൽ അപ്പം പറഞ്ഞിട്ടുണ്ട് എന്നും ഈ കേസിൽ വെക്കണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതായിരുന്നു പരിപാടി. അപ്പൊ ഇതിലെന്തോ തരികണമെന്ന് എനിക്ക് എന്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല, ഭാഗ്യം ചെയ്യാതിരുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവര് എന്നെ കൊണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്, കള്ളത്തരം പറഞ്ഞ് കേസ് കൊടുപ്പിക്കാനായിരുന്നു ഇവരുടെ പരിപാടി. അങ്ങനെ എന്താണ്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അപ്പനെ കൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുപ്പിക്കും. അപ്പം പോയിട്ട് കോടതിയിൽ പറയും, എന്താണ്, ഞാനിങ്ങനെ ഒരു വിൽപത്രം ഉണ്ടാക്കിയിട്ടില്ല, ഇവനോട് ഇത് പറഞ്ഞിട്ടുമില്ല, പിന്നെ ഇവൻ മാവൂര് വീട് ഡെവലപ്പ് ചെയ്യാനായിട്ട് 5 പൈസ ഇറക്കിയിട്ടുമില്ല. ഇത് പറയിപ്പിക്കും അപ്പനെ കൊണ്ട്. ഇതായിരുന്നു അവരുടെ പ്ലാൻ. എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ശേഷം മാവൂര് വീട് വിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അഫിഡവിറ്റ് അപ്പൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്കൊക്കെ വരാം. അത് 2ാമത്തെ 3ാമത്തെ ഒക്കെ കേസുകളാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് കേസാണ് പറയുന്നത്. OS 43/2021 എന്നാണ് ഈ കേസിന്റെ പേര്, ഫസ്റ്റ് കേസ്. അപ്പൊ ഈ കേസിലെ ഇഞ്ചക്ഷൻ ഓർഡർ മൂടി വെച്ചതിന്റെ കാരണം പേഷ്യന്റ് 0 എന്നൊക്കെ പറയുന്ന പോലെ ഇത് കേസ് 0 ആണ്. അതായത് ഇതിൽ നിന്ന് മറ്റു കേസുകൾ പൊട്ടിമുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കിട്ടിയ ഇഞ്ചക്ഷൻ ഓർഡർ മനഃപൂർവ്വം ബുദ്ധി ഒരു വർഷത്തോളം 2021 ജനുവരി 14 കൊടുത്ത കേസിന് പിറ്റേ ദിവസം ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയിട്ട് 1 വർഷത്തോളം ഇത് നമ്മളെ അറിയിച്ചിട്ടില്ല. നമ്മൾ വേറെ വഴി അറിഞ്ഞു. എങ്ങനെ? ആ വർഷാവസാനം ഡിസംബർ 22 എങ്ങാണ്ടാണ് ഞാനിത് അറിയുന്നത്. അപ്പോ അതിലേക്കൊക്കെ വരാം. അപ്പൊ എന്തായാലും ഈ ശംഭോദരൻ പറഞ്ഞ കള്ളത്തരത്തിന് ഞാൻ കൂട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഈ പരിപാടി പറ്റിയല്ല, ഈ സോണിയ തന്നെ മുന്നോട്ട് കൊണ്ടുപോട്ടെ. സോണിയ പറഞ്ഞു അഡ്വാൻസ് പെറ്റീഷൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഒന്നും നടന്നില്ല. ഈ ഇഞ്ചക്ഷൻ ഓർഡർ നിലവിലിരിക്കെ, ജനുവരി 15 കിട്ടിയ ഇഞ്ചക്ഷൻ ഓർഡർ നിലവിലിരിക്കെ ഈ ട്രീസയും ആന്റണിയും എന്ത് ചെയ്തു, അപ്പനെ കായലം എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് രാത്രി ഹൗസ് രജിസ്ട്രേഷൻ ഏതോ ഒരു വീട്ടിൽ വെച്ചിട്ട് നടത്തി. അങ്ങനെ ഫെബ്രുവരി 3-ാം തീയതി വീട് വിറ്റു. ഫെബ്രുവരി 3-ാം തീയതി 2021 മാവൂര് വീട് കച്ചവടമായി. ഇഞ്ചക്ഷൻ ഓർഡർ നിലവിലുള്ളപ്പോഴാണ് ഈ കച്ചവടം നടക്കുന്നത്. ഈ സോണിയ അപ്പം നമ്മളോട് പറഞ്ഞിട്ടില്ല. പിന്നെ സോണിയന്റെ ഒക്കെ ഇവരൊക്കെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോണിയ നമ്മളോടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ട്, അത് കാരണം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല. അപ്പൊ ചെറിയ ചെറിയ ഹിന്റുകൾ തരും നമുക്ക്, അവളെ സംശയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിൽ ഹിന്റുകൾ തരും. എന്തിനാണ്? ഇനി എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അടുത്ത കേസ് ഇവളെ ഏൽപ്പിക്കാൻ പാടില്ല. കാരണം അടുത്ത കേസ് ഇവളെ ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് ഇതിനു മുമ്പ് കിട്ടി ഇഞ്ചക്ഷന്റെ കാര്യം പറയേണ്ടി വരും. അപ്പോൾ ഇവരൊക്കെ പറയണത്, ഈ ശംഭോദരന് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാലും പ്രശ്നമില്ല, വിറ്റ് കഴിഞ്ഞാലും നമുക്ക് ആവശ്യത്തിലേറെ സമയം ഉണ്ട് അത് തിരിച്ചു പിടിക്കാം. നിങ്ങൾ അത് വിൽക്കാതിരിക്കാൻ ഇഞ്ചക്ഷൻ ഓർഡറുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇവർ പറയണത് എന്താണ്, നമ്മൾക്ക് ഇഞ്ചക്ഷൻ കിട്ടാനുള്ള കാര്യമല്ല ഇവർ പറയണത്, വിറ്റ് കഴിഞ്ഞിട്ടുള്ള 2nd 3rd സ്റ്റെപ്പൊക്കെയാണ് ഇവർ പറയണത്. അതും സംശയത്തിന് ഉളവാക്കിയ ഒരു കാര്യമാണ്. അപ്പം എന്തുണ്ടായി, ഈ സോണി എങ്ങനത്തെ കള്ളത്തരം കളിച്ചു. ഏത്, അവളെ അത്ര അങ്ങോട്ട് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്നുള്ള ഇംപ്രഷൻ നമ്മളെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് എന്തുണ്ടായി, ഇഞ്ചക്ഷൻ ഓർഡർ നിലവിലുള്ളപ്പോഴാണ് മാവൂര് വീട് വിറ്റ് പോണത്. വിറ്റ് പോയിട്ട് ഈ IA പെറ്റീഷന്റെ ഹിയറിങ് ഫെബ്രുവരി 6-ാം തീയതിയും ഫെബ്രുവരി 15-ാം തീയതിയും ഫെബ്രുവരി 19-ാം തീയതിയും ഉണ്ടായി, 3 പ്രാവശ്യം. അപ്പം 6-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വിറ്റ് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴൊന്നും ഇഞ്ചക്ഷനുള്ള കാര്യം അവള് പറയില്ല. അപ്പൊ നമ്മൾ പോയപ്പം എന്തുണ്ട്, ഈ ജഡ്ജി ഈ കേസ് വിളിച്ചു. OS 43/2021 അങ്ങനെ വിളിച്ചപ്പോൾ ഇതിങ്ങനെ എടുത്തു കൊടുക്കണമല്ലോ. അങ്ങനെ എടുത്തു കൊടുത്തപ്പം അത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ കടലാസ്.
അപ്പൊ ഇത് എടുത്തു കൊടുക്കുന്ന ആളോ ഇത് ആരാ എന്ന് അതിന്റെ ഉള്ളിൽ എന്തോ കേസ് വിളിച്ച കേസിന്റെ എന്തോ കടലാസ് അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റി എന്ത് ചെയ്തു ജഡ്ജിക്ക് ദേഷ്യം പിടിച്ചു. ജഡ്ജി ഇത് അങ്ങോട്ട് സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റിച്ചു, മറിച്ചാണ്ട് അങ്ങോട്ട് എറിഞ്ഞു. അപ്പോ അന്നത്തെ കഥ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 15 ഒരു ഹിയറിംഗ് ഉണ്ട്. അത് അവരാരും വന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിൽ വിട്ടു. ഫെബ്രുവരി 19 ഉണ്ടായി, വീട്ടിലേക്ക് വിട്ടു. സത്യത്തിൽ എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 19 സിറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ ഇഞ്ചക്ഷൻ വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റ് അതൊന്നും വെക്കേറ്റും ചെയ്തു. ഇതൊന്നും നമ്മളറിയില്ല. നമ്മൾ മാർച്ച് 8 ഈ കേസ് ഹിയറിംഗ് വെച്ചേക്കണത്, ഇത് അന്യായത്തിന്റെ ഹിയറിംഗ്. അതിന് കാത്തിരിക്കാം നമ്മള്. അപ്പൊ ഈ സോണിയ ഇഞ്ചക്ഷൻ ഓർഡർ വായിച്ചാൽ അറിയാം, ഇൻ ദ പ്രസൻസ് ഓഫ് ദ കൗൺസിൽ ആണ് ജഡ്ജി ഉബൈദുള്ള പറഞ്ഞത് ഇതിന് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോ ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടി. അതിനെപ്പറ്റി ഇഞ്ചക്ഷൻ ഓർഡറിനെ പറ്റി പിന്നെ പറയാം. 2 കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പനെ കാണണം, മാവൂര് വീട് വിൽക്കരുത്. ഈ 2 കാര്യത്തിനാണ് നമ്മൾ ഇഞ്ചക്ഷൻ ഓർഡർ ചോദിച്ചത്. അപ്പോൾ പ്രീമ ഫേസിൽ ജഡ്ജിക്ക് തോന്നി ഇത് ഡിലേ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നികത്താനാവാത്ത നഷ്ടപരിഹാരങ്ങൾ വരും എന്നുള്ള നിലയിലാണ് ജഡ്ജി ഇഞ്ചക്ഷൻ ഓർഡർ തന്നത്. പക്ഷേ ഈ സോണിയ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതങ്ങനെ. അപ്പൊ എന്തുണ്ടായി, 3-ാം തീയതി ഫെബ്രുവരി 3 മാവൂര് വീട് വിറ്റു. മാവൂര് വീട് വിറ്റ് കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കണ്ടേ. അപ്പൊ നമ്മൾ ഓടിപ്പോയിട്ട് വക്കീലിന് തപ്പാണ്. അപ്പൊ നമ്മുടെ കൂടത്തായി ജോളിയുടെ കേസ് എടുത്തിട്ടുള്ള കൂടത്തായിലുള്ള ഒരു പറമ്പൻ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. കൂടത്തായി കേസിൽ റിമാൻഡിൽ പോയൊരു വക്കീലാണ്. ഇതൊക്കെ പിന്നെയാണ് നമ്മൾ അറിയണത്. അപ്പൊ എന്നെ മൂത്ത പെങ്ങളും അളിയനും താമരശ്ശേരി ആയതുകൊണ്ട് അവിടെയുള്ള ഏത് നാട്ടുപുറത്തെ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. ഇയാളാണ് ജോളിനെ. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അപ്പോ എന്തായാലും അയാളെ ഏൽപ്പിച്ചു. അയാള് വന്നിട്ട് വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലെ ഈ കായലത്ത് പോയിട്ട് എല്ലാവരുടെ അടുത്തും പോയി അന്വേഷിച്ചു. ആരാണ് വാങ്ങിയത്, രാത്രി എന്താണ് പ്രശ്നം ഉണ്ടായത്, അപ്പൻ ഏത് വീട്ടിലാണ് കൊണ്ടുവന്നത്. നമ്മളെല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ സപ്ലൈ ചെയ്തു, പെൻഡ്രൈവിലൊക്കെ ആക്കി കൊടുത്തു. ഇതൊക്കെ ആക്കി കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ അവസാനം ഒരു തരികിട കളിച്ചു. ഇയാൾ പറഞ്ഞു 15 ദിവസത്തിനുള്ളിൽ നമ്മളിത് കൊടുക്കണം. 15 നമുക്ക് അതിൽ കൂടുതൽ സത്യത്തിൽ ദിവസമുണ്ട്. ഇയാൾ പറഞ്ഞു ഇപ്പൊ കൊടുക്കണം. എന്നിട്ട് ഇയാള് നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്തു, ഫെബ്രുവരി 3 വിറ്റുപോയ സ്ഥലമാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള കേസ് അയാൾ 16-ാം തീയതി കൊടുപ്പിച്ചു. ഫെബ്രുവരി 16 കൊടുപ്പിച്ചു. എന്നിട്ട് ഇയാള് ഞാൻ പറഞ്ഞു സാറേ അത് എഴുതിയിട്ട് എന്റെ ഡ്രാഫ്റ്റ് ഒന്ന് അയച്ചു തരണം. പറഞ്ഞു ഡ്രാഫ്റ്റ് ആയില്ല നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞാടിന്റെ കുപ്പായാണ് ഞാൻ, രോമാണ് ഞാൻ, ചെന്നായ പോലത്തെ ഒരാളാണ്. വർത്താനം കുഞ്ഞാടുകളെ പോലെയാണ്. എന്നാ സ്വഭാവം ഇയാളുടെ ഈ പെരുമാറ്റോ ചെയ്ത കാര്യങ്ങളോ വെറും നാറിത്തര അയാൾ ചെയ്ത് ഈ. എന്നിട്ട് ഇയാള് പറഞ്ഞു നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ. എന്നിട്ട് പറഞ്ഞു ഈ 16 കൊടുക്കണമെന്ന്. അയാള് ടൈപ്പിസ്റ്റ് വന്നിട്ടില്ല, ബാലുശ്ശേരിന്ന് അയാൾ വരുമ്പോൾ ബ്ലോക്കിൽ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ വേറെ ഒരു ടൈപ്പിസ്റ്റിനാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വേറെ എവിടെയോ പോയി ടൈപ്പ് ചെയ്ത് എവിടെയാ എനിക്ക് തോന്നണത് എതിർകക്ഷികളുടെ വക്കീൽ എഴുതി കൊടുത്ത സാധനമാണ്. ഇയാളോട് പറഞ്ഞെന്താണ്, എന്നെ മൂത്ത പെങ്ങളാണ് കേസ് കൊടുക്കുന്നത്. ആർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത്? അർദ്ധ സഹോദരങ്ങൾക്കെതിരെയാണ് മൂത്ത പെങ്ങള് 3-ാമത്തെയും 5-ാമത്തെയും സഹോദരന്മാർക്ക് എതിരായിട്ടാണ് കേസ് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. 3 പേരുള്ളതിലുള്ളത്. ഒരു അന്യായക്കാരിയും 2 എതിർകക്ഷികളും. ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ചെയർമാൻ എന്ത് ചെയ്തെന്ന് അറിയോ, മൂത്ത പെങ്ങള് അപ്പനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആണ് കേസ് കൊടുക്കണേ എന്നുള്ള രീതിയിൽ വെച്ചു. അതായത് അപ്പൻ തന്നെ കേസ് കൊടുക്കാന്ന്, അപ്പനെതിരെ കേസ് കൊടുക്കാന്നുള്ള രീതിയിൽ. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, അപ്പനാണ് ഇത് വിറ്റത്. അപ്പൻ വിറ്റ സ്ഥലമാണ്. അപ്പനെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് വിൽപ്പിച്ചത്. അപ്പൻ പറഞ്ഞു പറ്റിച്ച് സത്യം അറിയാതെ വിറ്റത് അപ്പൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൻ വിൽക്കാതിരിക്കാനാണ്, അപ്പന് സത്യം പറയാനോ കൊണ്ടാണ് നമ്മൾ ഈ 43 കൊടുത്തത്, OS 43. അപ്പൊ ഈ ചെയർമാൻ എന്ത് ചെയ്തു, മൂത്ത പെങ്ങള് അപ്പനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിൽ വെച്ചേക്കണത്. അത് ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഇയാൾ പറഞ്ഞു അപ്പന് ഭ്രാന്താന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് കൊടുത്താലേ ശരിയാവുള്ളൂ. ഞാൻ പറഞ്ഞത് നടക്കില്ല, പരിഹാരമില്ല. അപ്പൻ വളരെ ക്ലിയർ മൈൻഡുള്ള മനുഷ്യനാണ്, നല്ല ഓർമ്മശക്തിയുള്ള മനുഷ്യനാണ്, ഒരു പ്രശ്നമില്ല. സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പല്ലൊന്നുമില്ല, പിന്നെ കുറച്ച് വീക്കാണ്, സ്ട്രോക്ക് വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഡിഫിക്കൽറ്റി ഉണ്ട്.
പിന്നെ തന്നെ നടന്നു പോകില്ല, ഡിപ്പെൻഡൻ്റ് ആണ്. ആരെങ്കിലും കൈ പിടിച്ച് കൊണ്ടുപോയാലോ കുറച്ച് നടക്കും, അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകണം, ഇങ്ങനെയാണ് സംഭവം. പക്ഷേ നമ്മളില്ലാത്ത വചനമൊന്നും പറയാൻ പാടില്ല. അപ്പം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ ഒരു തട്ടിപ്പ് ചെയ്തു. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ആ കേസിൽ ഒരു സാധനം വെച്ചു. പുറം ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റാത്ത മാനസിക അവസ്ഥയിലാണ് അപ്പൻ ജീവിക്കുന്നത് എന്ന് വെച്ചു. ഈ കേസിൽ ഉടനോളം ആദ്യം മുതൽ 2, 3, 4 എല്ലാ പേജിലും ഇത് ഈ സെന്റൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തതാണ്. പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാത്ത മാനസിക അവസ്ഥയിലാണ് അപ്പൻ ജീവിക്കുന്നത്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ മലയാളത്തിൽ എഴുതി കൊടുത്തത്. അവസാനം ഈ കേസ് കൊടുത്തു കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്തു? ഞാൻ രണ്ടാമത്തെ കേസിലേക്കാട്ടോ വരുന്നത്. അവിടെ അതിനെപ്പറ്റിയാണ് പറയേണ്ടത്. രണ്ടും അവിടെ കേട്ടെ. 103 എന്നാണ് അതിന്റെ കേസിന്റെ പേരിൽ, 103/2021. അപ്പോ അതില് കേസ് വിളിച്ചു. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 43-ന്റെ ഫെബ്രുവരി 6, ഫെബ്രുവരി 15, ഫെബ്രുവരി 19 ഈ 3 ദിവസമാണ് അതിന്റെ ഐഎന്റെ ഹിയറിംഗ് ഉണ്ടായത്. അഡ്വാൻസ് പെറ്റീഷൻ കൊടുത്തതിന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവള് കൊണ്ടുപോയിട്ട്, ഈ സോണിയ കൊണ്ടുപോയിട്ട് വീട്ടിൽ വിളിച്ചില്ലേ. അപ്പോൾ ഈ 16-ാം തീയതി ഫയൽ ചെയ്തിട്ട് 17-ാം തീയതി ട്രീസ എന്ത് ചെയ്തു? ട്രീസ വേറൊരു പെറ്റീഷൻ കൊടുത്തു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. 43-ലെ ഇൻജക്ഷൻ ഓർഡർ വെക്കേറ്റ് ചെയ്യിക്കാൻ കൊടുത്തിട്ട് ഫെബ്രുവരി 19-ാം തീയതി ആ ഇൻജക്ഷൻ ഓർഡർ വെക്കേറ്റ് ചെയ്തു 19-ാം തീയതി. ഈ 19-ാം തീയതിയാണ് ഈ 103 ഇവര് ഈ രജിസ്റ്റർ ചെയ്യുന്നത്. ഫയൽ ചെയ്ത് മറ്റേത് രജിസ്ട്രേഷൻ 19. ഇത് രണ്ടും ജഡ്ജിയും കോടതിയും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് OS 43 മുൻസിഫ് സ്വൈ പ്രിൻസിപ്പൽ കോടതിയിലും ഈ OS 103 വീട് തിരിച്ചു പിടിക്കാൻ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ കൊടുത്ത കേസ് അഡീഷണൽ മുൻസിഫ് 2-ലുമാണ് കൊടുത്തത്. 2 കോടതിയിലാണ് കൊടുത്തത്. അങ്ങനെ കൊടുക്കാൻ ആവശ്യമില്ല, അങ്ങനെ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ കൊടുത്തു. അപ്പൊ കോടതിക്ക് അറിയില്ലല്ലോ ഇത് രണ്ടും ഒരു കാര്യമാണ്. ഒരു കോടതി കൊടുത്ത് ഞാൻ കേസ് കോടതി ചോദിക്കില്ലേ, ഇതിന് ഞാൻ ഇഞ്ചക്ഷൻ തന്ന സാധനമാണ്, അപ്പൊ ഇഞ്ചക്ഷൻ ഉള്ള സമയത്ത് നിങ്ങൾ എങ്ങനെ വിൽക്കും? അവിടെ പൊളിഞ്ഞില്ലേ? അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ഇവര് 2 കോടതിയിൽ കൊടുത്തു. അങ്ങനെ അത് ഫെബ്രുവരി 24-ാം തീയതി വിളിച്ചു. പ്രീമാ ഫേസിൽ അത് തള്ളിപ്പോയി. കാരണം അപ്പൻ ഒരു അഫിഡവിറ്റ് കൊടുത്തു. അവർ കൊടുപ്പിച്ചു, വക്കീലും ട്രീസി ആന്റണിയും കൂടി. എന്താണ്? ന്യായമായിട്ടുള്ള അഫിഡവിറ്റ് ആണ് കൊടുത്തത്. അതായത് അപ്പൻ ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനായിട്ട് എന്റെ മൂത്ത പെങ്ങളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. സത്യമാണത്, എടുത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇത്? നിങ്ങൾ വായിച്ചു നോക്കിയ സാധനമല്ലേ ഒപ്പിട്ടത്? അല്ല, ഇയാളോട് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ട് ഇയാൾ എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇയാൾ തട്ടിക്കൂട്ടി എന്താണ് ഇന്ന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബാലുശ്ശേരി നാളെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എവിടെന്നോ ആരോ എഴുതി കൊണ്ട് കൊടുത്തൊരു സാധനം, മിക്കവാറും എതിർപക്ഷിയാണെന്ന് എന്റെ സംശയം. കൊടുത്ത സാധനം പെട്ടെന്ന് ഒപ്പിടുന്ന പറഞ്ഞ കാറിന്റെ എവിടെന്തോ മുമ്പിൽ വെച്ച് ഡിക്കിയിൽ വെച്ചിട്ട് ഒപ്പിടിച്ച് കൊടുത്തു. വായിക്കാനും ഒന്നിനും സമയമില്ല, ഇന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചു, പ്രഷർ എടുത്തി ആ സാധനം കൊടുപ്പിച്ചു. ആ കൊടുപ്പിച്ചു കഴിഞ്ഞപ്പോ എന്തുണ്ടായി? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പൊട്ടത്തിലാ കാണിച്ചേ? അപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാൻ കൊടുത്തത്. ആ കാണാൻ പോലും കിട്ടാത്ത അപ്പനെ എങ്ങനെയാണ് ഇവള് റെപ്രസെന്റ് ചെയ്യണത്? അപ്പൊ ഇയാൾക്ക് ഒരു ഉത്തരവേ ഉള്ളൂ, ആ കേട്ടോ, അത് അങ്ങനെയേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇയാൾ പറയാണ് ഒരു ലോജിക്ക് ഒരു റീസണും പറയാണ്ട് അയാൾ പറയണം അത് അങ്ങനെയേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ റെക്കോർഡ് കേൾപ്പിച്ചുതരാം, എൻ്റെ എൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ട്. അങ്ങനെയേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇയാളോടൊക്കെ പിന്നെ എന്നാ പറയുന്നത്? ഇതിനല്ലേ ചതി എന്ന് പറയണത്? അല്ലേ? ആളൂർ വക്കീൽ പോലും ഇമ്മാതിരി ചതി ചെയ്യില്ല. ഓക്കെ, അപ്പോ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഈ പറഞ്ഞ മാനസിക സാധനം വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചത്? ഞാൻ പൈസ കൊടുത്ത കാര്യം വെച്ചു, അതൊക്കെ വെച്ചിട്ടുണ്ട്. അവിടേക്കൊന്നും കോടതി എത്തിയില്ല. ഞാൻ അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോന്നോ, 8 ലക്ഷത്തോളം അഡ്വാൻസ് കൊടുത്തു, ഇതൊന്നും കോടതി നോക്കാം. പ്രീമാ ഫേസിൽ എന്താണ് അപ്പൻ അഫിഡവിറ്റ് കൊടുത്തു, ഞാൻ എൻ്റെ മൂത്ത മകളെ എന്നെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള അഫിഡവിറ്റും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കോടതി ഈ മാനസികം എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതില് അപ്പൻ നല്ല എന്താണ് ഓർമ്മയുള്ള ആളാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. നിങ്ങളുടെ പേരെന്താണ്? അപ്പൻ പേര് പറഞ്ഞു. നിങ്ങൾ എത്ര മക്കളുണ്ട്? അപ്പൻ നമ്പർ പറഞ്ഞു.
നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്, അപ്പനാവും പറഞ്ഞു. അങ്ങനെ വേറെ ഒരു കാര്യം കൂടി ചോദിച്ചു. അങ്ങനെ 5 ചോദ്യം ചോദിച്ചിട്ട് കോടതി പറഞ്ഞു പുള്ളി എന്താണ് പറഞ്ഞ അൺസൗണ്ട് മൈൻഡ് അല്ല. ഇത് നോക്കണം, മലയാളത്തിൽ എഴുതി കൊടുത്ത ഒരു സാധനം. ഞാനത് പിന്നീട് മറ്റേ സോണിയനോട് ചോദിച്ചു. സോണിയ പറഞ്ഞു അത് അങ്ങനെയും വാദിക്കാം ഇങ്ങനെയും വാദിക്കാം. നമ്മളെ വീട്ടിൽ നിന്ന് അപ്പനെ തന്നെ പുറത്തു പോകാൻ പറ്റില്ല. അത് നമ്മൾ പറഞ്ഞപ്പോൾ അത് ഉദ്ദേശിച്ചാണ് അങ്ങനെ വെച്ചതാണ് ഈ പറയുന്നത്. എന്നാ പറയണ്ടേ കോടതിയിൽ, അയ്യോ നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞിട്ടില്ല, അപ്പം വീട്ടിലുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത്. പക്ഷെ അതിനൊന്നും എത്തിയിട്ടില്ല. കാരണം എന്താണ്, ഇയാൾ അതിന് 2 കൊടുക്കല്ലേ വെച്ചത്. മൂത്ത പെങ്ങൾ അപ്പനെ റെപ്രസെന്റ് ചെയ്തെന്ന് വെച്ചു, അപ്പൻ അഫിഡവിറ്റ് കൊടുത്തു. അപ്പൊ ഈ 43 എന്നെ കക്ഷി ചേർത്തിട്ട് അപ്പൻ പണ്ട് ബിൽപത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എല്ലാവർക്കും ഈക്വൽ ഷെയർ കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചു എന്ന് എന്നെ കൊണ്ട് കള്ളം പറയിപ്പിക്കാനായിട്ട് ആര് സോണിയയുടെ സീനിയർ വക്കീല് ശംബോധന ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇതേ പറഞ്ഞ് അപ്പം കൊണ്ട് അഫിഡവിറ്റ് കൊടുക്കും, അപ്പം ഞാൻ കള്ളനായി. അപ്പൊ അങ്ങനെ എന്നെ കള്ളനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എന്റെ വീടാണ് അവർക്ക് ലക്ഷ്യം. സംഗതി എളുപ്പമായില്ലേ? ഇതാണ് അവരുടെ ലക്ഷ്യം. അതായത് നമ്മൾ ഒരു കേസ് കൊടുക്കുമ്പോൾ അതിൽ എത്ര 100% കാര്യങ്ങൾ പറഞ്ഞാലും ഈ ചങ്ങായിമാർ 1 or 2 ചെറിയ പൂൾ അതിന്റെ ഇടയിൽ തിരികെ വെക്കും. മനസ്സിലായി? പരസ്പര കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളോ, എന്നിട്ട് ഇതിന് റീസൺ ഒന്നുമില്ല, അത് അങ്ങനെയാണ് കേസ് നടത്താൻ അങ്ങനെയാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ചിട്ട് ഈ ബ്ലാക്ക് മെയിലിങ് അതിനെ അങ്ങോട്ടൊക്കെ വരാം. കാരണം 6-7 കേസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് OS 43, OS 103 ഈ 2 കേസുകൾ 2021 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൊടുക്കുകയും അതിലൊന്ന് തള്ളിപ്പോവുകയും ചെയ്തത്. അതിൽ ഈ OS 103 എന്നുള്ള കേസേ ഉണ്ടാവില്ലായിരുന്നു. OS 43 ഇഞ്ചക്ഷൻ ഓർഡർ ഞങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടിയിരുന്നെങ്കിൽ. ഇത് കോടതിയുടെ ഉള്ളിൽ നിന്ന് മോഷണം പോയി എന്നാണ് സോണിയ പറയുന്നത്. അപ്പൊ സോണിയ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ അവള് ആക്ഷൻ എടുക്കും, അൺനോൺ പേഴ്സണെതിരെ അവൾ കേസ് ചാർജ് ചെയ്യും. ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാനത് മുഖവിലേക്ക് എടുക്കണോ, പക്ഷെ അവൾ ഇതുവരെ ചെയ്തിട്ടില്ല. മാത്രമല്ല ഇവളോട് ഇത് ഞാൻ ഈ കള്ളത്തരം കണ്ടുപിടിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ ഉരുണ്ട് കളിക്കുകയും ഇവൾ പറഞ്ഞ പറഞ്ഞ കുറെ കാര്യങ്ങൾ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പച്ചക്കള്ളങ്ങളാണ്. നിങ്ങൾ തന്നെ കേട്ടു. ഞാൻ ഇതിലിടുന്ന സാധനം ഓരോന്നും ശരിക്കും കമന്റ് ചെയ്യണം. അവള് പറയുന്ന ഓരോ സെന്റൻസും ശരിക്കും കമന്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അങ്ങനെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നീണ്ടുപോകും. എന്നാലും ഞാൻ എനിക്ക് പറ്റണത്തോളം ഞാനത് ചെയ്യാൻ നോക്കാം. അപ്പൊ എന്തായാലും കോഴിക്കോട് കോടതിയിൽ ഇഞ്ചക്ഷൻ ഓർഡർ മോഷണം പോയി. ഈ മോഷണം പോയ ഇഞ്ചക്ഷൻ ഓർഡർ നമുക്ക് അത് കൃത്യസമയത്ത് കിട്ടാത്തത് കാരണം കൊണ്ട് എൻ്റെ കുടുംബത്ത് പല കേസുകളുണ്ടായി. ഈ സംബോധനം പറഞ്ഞാണ് എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സംബോധനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുടുംബമെന്നും പറഞ്ഞ് നിങ്ങൾ പിന്നെ വന്നിട്ട് കാര്യമില്ല, അടിച്ച് കലക്കി എല്ലാം കൈ തരും. പിന്നെ അയാൾ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, വക്കീൽമാരെല്ലാവരും ചോദിക്കുന്ന കാര്യം പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, നിങ്ങളെ വേണ്ടാത്തവർക്ക് നിങ്ങൾക്ക് എന്തിനാണ്? ഇത് തന്നെയായിരിക്കും എൻ്റെ അമ്മേനോടും ഈ പറഞ്ഞ അർദ്ധ സഹോദരൻ അവരോട് ചോദിച്ചിട്ടുണ്ടാവുക. മനസ്സിലായോ? പാല് കൊടുത്ത കൈക്ക് കൊത്തണ വൃത്തികെട്ട 2 ജന്മങ്ങളാണ് ഈ പറഞ്ഞ ട്രീസിയും ആന്റണിയും. ഇവർ 2 അർദ്ധ സഹോദരികളാണ്. ഇവർക്ക് 2 പേർക്കും എന്താണ് പറയണത്, ഇവർ 2 പേരും വളരെ ട്രോമ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ 2 പേരുടെയും റിലേഷനും അത്ര നല്ലതല്ല. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. ഇടയിൽ അവർക്കൊരു കൊച്ചുണ്ട്. ആ കൊച്ചും ഈ പറഞ്ഞ എൻ്റെ അനിയനുമായിട്ട് അടുത്ത സഹോദരനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതും വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതിനെപ്പറ്റി ഞാൻ പറയും. അപ്പോൾ എന്തായാലും അതൊക്കെ പറയാം. എന്തായാലും കോഴിക്കോട് കോടതിയിൽ ഇഞ്ചക്ഷൻ ഓർഡർ മോശം പോയി എന്നാണ് നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ വക്കീൽ സോണിയ പറയുന്നത്. സോണിയ അതിന് ഇതുവരെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല, അതിനൊരു മറുപടിയും തന്നിട്ടില്ല. നമ്മൾ അവളെ വക്കാലത്ത് തിരിച്ചു വാങ്ങി വേറെ വക്കീലിനെ ഏൽപ്പിച്ചു. അതിനെപ്പറ്റി പറയാം. ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ആ കേസിനെ പറ്റി ഇനിയും പറയണം. എന്തുകൊണ്ട് ഇത്രയും കാലം അത് നീണ്ടു നിൽക്കുന്നു, അത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു കണക്കൂട്ടിൽ ഞാൻ പറയാം. അത് കേട്ടിട്ട് നിങ്ങളുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് പറയണമെന്നുണ്ട്. അതായത് നമ്മുടെ തറവാട് വീട് വിറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കേസ് കൊടുത്ത് ഇഞ്ചക്ഷൻ ഓർഡർ ചോദിച്ചിട്ട് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയ ആ ഇഞ്ചക്ഷൻ ഓർഡർ കട്ടുപോയി.
ഇതെങ്ങനെ കട്ടുപോയി അതൊക്കെ സോണിയ പറയണം. ഇനിയും 2 പോയിന്റ് കൂടി പറഞ്ഞിട്ട് നിർത്താം. അതായത് ഒന്നുമില്ലെങ്കിൽ ഇത് സോണിയ കട്ടതാണ്, അവളുടെ ആന്റണിയും ട്രീസയും കട്ടാണെന്ന് വെറുതെ പറയുന്നത്, അല്ലെങ്കിൽ സോണിയ മറച്ചു വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം, സോണിയ ആർക്ക് വേണ്ടി മറച്ചു വെച്ചു? കക്ഷിക്ക് വേണ്ടി മറച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ്? അവള് വെറുതെ തലേനിടയിൽ കൊണ്ട് വെച്ച് കിടക്കാൻ കട്ടുപോയിട്ടുണ്ടാവില്ല, മറച്ചു വെച്ചിട്ടുണ്ടാവില്ല. അവള് എതിർ കക്ഷിക്ക് വേണ്ടിയിട്ട് കൂട്ടിൽ ചതിച്ചു, അവർക്ക് വേണ്ടി മറച്ചു വെച്ചു, നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു. ഇനി അവളറിയാതെ ഇത് മറച്ചു വെക്കപ്പെട്ടതാണെങ്കിൽ അപ്പോഴും എതിർകക്ഷി അല്ലെങ്കിൽ എതിർകക്ഷിൻ്റെ വക്കീലാണ് ഇത് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ചോദിച്ചു വരുമ്പോൾ എന്താണ്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഇത് സോണിയയുടെ അറിവോട് കൂടിയോ അല്ലെ സോണിയയുടെ അറിവില്ലാതെയോ ഏത് തരത്തിലായാലും ഇത് മിസ്സായി, ഇത് ഒളിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട് എന്നെങ്കിൽ ഇത് എതിർകക്ഷിയായ ട്രീസയും ആന്റണിയും നേരിട്ട് ചെയ്യാൻ കോടതിയിൽ പറ്റാത്തതുകൊണ്ട് അവരുടെ കൗൺസിൽ, അതായത് അവരുടെ വക്കീലോ ആണ് ഇത് ചെയ്തതെന്ന് നമുക്ക് നിഗമനിക്കാം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതാണ് എൻ്റെ ബലമായ സംശയം. അപ്പോൾ ആരാണ് അവരുടെ വക്കീലെന്നും ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ഈ അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും കോഴിക്കോട് ഒരു വക്കീൽ മാഫിയുണ്ട്, ഒരു പവർ ഗ്രൂപ്പുണ്ട്, അതിനൊരു ലീഡറുണ്ട്. നമ്മൾ ഏത് വക്കീലിനെ ഏൽപ്പിച്ചാലും നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഒരു വെല്ലുവിളി ഇതിൻ്റെ ഇടയിൽ ഒരു വക്കീലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഏത് കൊലകൊമ്പൻ വക്കീലിനെ ഏൽപ്പിച്ചാലും നിങ്ങൾ അപ്പനെ കാണിക്കൂല, നിങ്ങൾക്ക് ഒന്നും നടക്കൂല എന്ന് ഈ സോണിയയുടെ ഒരു കൂട്ടുകാരി വക്കീൽ എന്നോട് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വരാം. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ മീഡിയ ഏറ്റെടുക്കണം. നമ്മളിപ്പോൾ ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മീഡിയസ് ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണം. എല്ലാം കഴിഞ്ഞിട്ട് അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞ റിപ്പോർട്ടിംഗ് ജേർണലിസം മാത്രം നമ്മൾ ചെയ്താൽ പോരാ. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ ലൈവായിട്ട് ഞാൻ പറയാണ്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയണത്, അതിന് ബദലുണ്ടാവണം. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എന്താണ് ഷാൻ സാറോ അല്ലെങ്കിൽ സോയ്മോ മാത്യു സാറോ അല്ലെങ്കിൽ സുനിൽ മാത്യു സാറോ അല്ലെങ്കിൽ നമ്മുടെ ഷാജഹാൻ മറ്റേ സംഗതി ഇതുണ്ടല്ലോ, വക്കീൽ മൂപ്പരോ ആരെങ്കിലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് ഇത് ഇതാക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നടക്കാൻ പാടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത വക്കീലിനാക്കി അവർ മലയാളത്തിൽ എന്തൊക്കെ കൊണ്ടാക്കും, എന്നിട്ട് അവർ എന്തൊക്കെയോ പറഞ്ഞ് കോടതിയിൽ എന്തൊക്കെ പറഞ്ഞ് നമുക്കൊന്നും മനസ്സിലായില്ല. അവിടെ എന്താ നടക്കുന്നത്? പറ്റിക്കൽ തന്നെ പരിപാടി, മനസ്സിലായില്ല? പൈസയും വാങ്ങുക, എല്ലാവരോടും ഒത്തു കളിക്കുക, കുടുംബം നശിപ്പിക്കുക, കക്ഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഓരോ സാധനം ഉണ്ടാക്കി വെക്കുക, എതിർ കക്ഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെക്കുക, കുടുംബം തല്ലിപ്പിക്കുക, തകർക്കുക. ഇതെന്ത് നാടത്? ഇത് ചോദിക്കാനും പറയാനും ആളില്ലേ? ബാർ കൗൺസിലിൽ പരാതി കൊടുക്കാൻ പറഞ്ഞാൽ ബാർ കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ എല്ലാ 3 പേർക്ക് ഒരു റിയാക്ഷനും ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോണിയ ഈ കള്ളത്തരത്തിന് സോണിയ നോട്ടറി കൂടെയാണ്, അവളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. അവൾ ഈ പരിപാടി ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞു. അപ്പം അങ്ങനെയാണ്. എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ സോണിയൻ്റെ ആ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഒന്ന് നേരിട്ട് കേട്ട് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അത്രയും കേട്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി തരണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. സോണിയ നാട്ടിലെത്തിയില്ല, എന്തേ? നോക്കട്ടെ. അല്ല, അതാണ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആ കേസിൽ ആദ്യം കൊടുത്ത കേസ് വോയിസ് 43 ആദ്യം കൊടുത്ത് ഇഞ്ചക്ഷൻ കിട്ടാനൊക്കെ കൊടുത്ത് അത് ഈ വോയിസ് റെക്കോർഡ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കാരണം 4 പ്രാവശ്യം വിളിച്ചില്ലേ, വീഡിയോയുടെ നീളം കൂടും. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോൾ റെക്കോർഡാണ്. അത് അടുത്ത വീഡിയോയിൽ അടുത്ത മാസം എന്നാണ് ഇത് ശരിക്കും. താങ്ക് യു.